ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടിട്ട് എന്തോ ഒരു വശപ്പശകില്ലേ? അതെന്താണെന്താ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ തുണി ശരിക്കും എനിക്കിവിടെ വെക്കാൻ സ്ഥലമില്ലായിരുന്നേ, അതുകൊണ്ട് സാധാരണ വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, എനിക്ക് എളുപ്പത്തിന് എടുക്കാനേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പിൻട്രസ്റ്റിലെ ഒരു മോഡലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് ഏത് മോഡലാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പേ നമ്മുടെ ക്രേപ്പിൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത്. 2.5 മീറ്റർ ക്രേപ്പിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് മോഡൽ ഏതാണെന്ന് നോക്കാം ഇന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് മോഡൽ നോക്കാം ഏതാണെന്ന്. ഇത് 2-3 ദിവസം മുമ്പേ ഞങ്ങൾ നോക്കി വെച്ചിരുന്നതാണ്. ഇതാണ് ഏകദേശം ഒരു പർപ്പിൾ കളറിലുള്ള ഈ ഡ്രസ്സാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ കളറിൽ മാത്രം ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ച കളറാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വേണ്ടിയിട്ട് ഞാൻ ഒരു ഫോട്ടോയും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആദ്യം നമുക്ക് പാനൽ കട്ടാണേ വേണ്ടത്. അതിനായിട്ട് ഞാൻ ഇവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തെ പോർഷനിൽ 12 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 16 ഇഞ്ച് താഴോട്ട്, 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് 16 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വരെ നമ്മൾ ഈ 5 ഇഞ്ചാണ് കേട്ടോ പാനൽ കട്ടിന് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഇതൊരു പാനൽ കട്ടായിട്ട് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 ഇഞ്ച് കറക്റ്റായിട്ട് വരച്ചെടുക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 5 ഇഞ്ച് അളവെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്കെയിൽ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് വരച്ച് യോജിപ്പിക്കാം കേട്ടോ. ഇവിടെ ആദ്യം 5 ഇഞ്ച് 16 ഇഞ്ച് വരെ ഈ 5 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പോർഷൻ നമുക്ക് താഴത്തെ 12 ഇഞ്ചില്ലേ, അവിടെ കൊണ്ട് ചെന്ന് യോജിപ്പിക്കാം കേട്ടോ. ഓക്കെ, 16 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ 12 ഇഞ്ചുമായിട്ട് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാമേ. ഓക്കെ, ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ക്ലിയറായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പാനൽ കട്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ വശം, താഴത്തെ ഈ ചെറിയ വശമാണ് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. വീതിയുള്ള വശം താഴെ വന്നാൽ മാത്രമേ നമുക്ക് അത്രയും ഫ്ലെയറിന് ഈ പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതിനെ തിരിച്ചിട്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് കണ്ടു നോക്കുക, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. എന്നിട്ട് നമുക്കത് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഒന്ന് പിന്ന് കുത്തി കൊടുക്കാം, ഒന്ന് മുട്ടുപിൻ കൊടുത്ത് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതായത് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതിൽ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ ക്ലിയറായിട്ട് തന്നെ നമുക്കിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് മുട്ടുപിൻ കുത്തി കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ താഴെ നമ്മൾ വരച്ച ഈ 16 ഇഞ്ച് വരെ കറക്റ്റായിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് മാത്രം മതിയാകും മുട്ടുപിൻ കുത്തി കൊടുക്കുന്ന സ്ഥലത്ത്. കാരണം അവിടെ നമുക്ക് തയ്യൽ തുമ്പ് വരുന്നതാണ്. അപ്പോൾ ആ 16 ഇഞ്ച് വരെ കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തെ വശം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ച് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ എപ്പോഴും നമ്മൾ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് വീഡിയോ എടുക്കുന്നത് ഒരു ആംഗിളിൽ നിന്നായതുകൊണ്ട് ചെരിഞ്ഞതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും ചെരിഞ്ഞതല്ല. ഓക്കെ, അങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ 12 ഇഞ്ചാണ് ഇവിടെ ചെസ്റ്റിന് കൊടുക്കുന്നത്. എത്രയാണോ നിങ്ങളുടെ സൈസ് അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. ഇനി ഈ 12 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴോട്ട് 16 ഇഞ്ച് നമ്മൾ നേരത്തെ എടുത്തു കൊടുത്തില്ലേ, 16 ഇഞ്ച് അവിടെയും കറക്റ്റായിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ സൈസ് തന്നെ നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 12 ഇഞ്ച് തന്നെ നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും ഞാൻ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എവിടെയാണെന്ന് വെച്ചാൽ ഇനി അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് 12-ൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളൂടെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ട് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അല്ലാതെ സാധാരണയാണ് കേട്ടോ, ഇങ്ങനെ അളവൊന്നും എടുക്കാതെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ശേഷം നമ്മൾ
12 ഇഞ്ചിൽ നിന്ന് താഴോട്ട് എത്രയാണോ നമുക്ക് മാക്സിമം കിട്ടാവുന്ന വിട്ട് അത്രയും ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ദാ ഇവിടെ അളന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 17 ഇഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ, അതിൻ്റെ മാത്രം വിട്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം, ഇല്ലെങ്കിൽ ഇത്രയും വിടുത്ത് വേണ്ട എങ്കിൽ നമുക്ക് ഇത്രയും കൊടുക്കേണ്ട ആവശ്യമല്ല. ഒരു 14, 15 അല്ലെങ്കിൽ ഒരു 13 കൊടുത്താൽ മതിയാവും. എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. ഞാനിവിടെ കിട്ടിയിട്ടുള്ള മാക്സിമം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2.5 മീറ്റർ തുണിയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ എന്നിട്ട് ഞാൻ ദാ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യാനാണ് പോകുന്നത്. കറക്റ്റായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മാറിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ മുട്ടുപിൻ കുത്തി കൊടുക്കുന്നത്. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തുണിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാൽ നമുക്ക് അളവുകൾ ഡിഫറെൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ഓവർലാപ്പ് ചെയ്ത് കിടന്ന വശം നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ അംബ്രല്ലയിൽ നമ്മളിങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കൂലേ, അതുപോലെ അവിടുത്തെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യോജിക്കാതിരിക്കുന്ന ജോയിൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അതൊക്കെ നമ്മളിങ്ങനെ കറക്റ്റായിട്ടൊന്ന് വരച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് വെട്ടി കൊടുക്കുന്നുണ്ടേ. ഓക്കെ, ഇതോടെ കഴിയുമ്പോൾ നമ്മുടെ ടോപ്പ് പോർഷൻ, പാനൽ കട്ടിൻ്റെ ടോപ്പ് പോർഷൻ ഏകദേശം കട്ടിങ് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് സ്ലീവ്സ് നോക്കാം. സ്ലീവിന് ഞാനിവിടെ എൻ്റെ കയ്യിൽ ബാക്കി വന്ന തുണി 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വീതി ഞാൻ അളന്ന് നോക്കുന്നില്ല, കാരണം വീതി ഒരു 10-13 ഉണ്ടായിരുന്നു കേട്ടോ. എത്രയാണോ കിട്ടുന്നത് അത്രയും എടുക്കാം. ഞാൻ നീളം ഒരു 10 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് മുകളിലോട്ട് ഞാൻ വീതിയായിട്ട് ഒരു 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരി, ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് ഞാനൊരു 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സ്ലീവിൻ്റെ ഷേപ്പായിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. അതാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇത് നോർമലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്ലീവാണ്. ഇനി നമുക്ക് ഇതിൽ പഫ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ പഫാണ് വെച്ച് കൊടുക്കുന്നത്, വലുതായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് മുകളിലോട്ട്. 2.5 ഇഞ്ച് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ അപ്പുറത്തോട്ടുകൂടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി താഴോട്ട് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നിന്ന് ഒരുപാട് വീതിയൊന്നും ഞാൻ കുറയ്ക്കുന്നില്ല, കാരണം താഴെ എലാസ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വീതിയിൽ കിടന്നാൽ മാത്രമേ നമ്മുടെ മോഡലിനോട് സാമ്യം വരൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ വീതിയൊന്നും കുറച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതുകൂടെ കട്ട് ചെയ്തെടുക്കാമേ. ഇതുകൂടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റിച്ചിങ് ആണേ ഉള്ളത്. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാനുള്ളത്. അവിടെ ഞാനൊരു ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇങ്ങനെ ചെറിയ കട്ടിട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പ്ലീറ്റ്സ് വരുന്നത്. സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. സ്റ്റിച്ചിങ്ങിൽ ഫ്രണ്ട് പോർഷൻ ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പാനൽ കട്ടിൻ്റെ 3 പാനലും നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് ഞാൻ ആദ്യത്തെ നടുക്കത്തെ പോർഷൻ ഇവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അപ്പുറവും ഇപ്പുറമുള്ള ഓരോ പോർഷൻ ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടാനുള്ളത്. കൈക്കുഴി ഇങ്ങനെ ആദ്യം നിങ്ങൾ വെച്ച് നോക്കുക, ഇങ്ങനെയാണ് കിട്ടാനുള്ളത്. എന്നിട്ട് അതിനെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല വശവും അഴുക്ക വശവും ഉള്ള തുണിയാണെങ്കിൽ നല്ല വശവും ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അപ്പുറ വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൈക്കുഴി തിരിഞ്ഞു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു വശം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അപ്പുറ വശവും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മനസ്സിലാവാനാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഈ 3 പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 2 പോർഷനും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്കിന് ഞാനിവിടെ ആദ്യം ഞാൻ ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്ത് കൊടുക്കുന്നത്. ലെങ്തായിട്ട് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്ത് കൊടുക്കാം കേട്ടോ.
ഓക്കെ, അവിടുന്ന് ഞാൻ ആ 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ചെയ്തെടുക്കാം. ഞാൻ ആ മോഡൽ റെഫറൻസ് വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ അതേപോലത്തെ നെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇറക്കം ഇത്രയും വേണ്ടെങ്കിൽ ഇതിനനുസരിച്ച് കുറയ്ക്കാം. ഇറക്കം ഇത്രയും വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എങ്ങനെ വേണോ നിങ്ങൾക്ക് ഡിഫറൻസസ് വരുത്താം. ഇനി ആ പോയിൻ്റിൽ നിന്ന് ഞാനൊരു 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു കുട്ടി വി ഇല്ലേ, അതാണ് ഇവിടെ നോക്കുന്നത്. ഇനി അപ്പുറത്തോട്ടും ഞാനിവിടെ ഒരു 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അങ്ങോട്ട് ഇതുപോലെ ഒരു വി ആണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇത് നമ്മുടെ റെഫറൻസ്, അതായത് നമ്മുടെ മോഡൽ പിക്കിലുണ്ടായിരുന്ന ആ നെക്കാണ് നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നത്. ശരി, ഇതാണ് നമ്മുടെ നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഫ്രണ്ട് നെക്കാണ് ഈ മോഡലിൽ ചെയ്യുന്നത്. ബാക്ക് നെക്ക് സാധാരണ പോലെ നമ്മൾ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് നോക്കാം. ഇങ്ങനെയാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ അടിച്ചെടുക്കാം. ഓക്കെ, ഇനി ബാക്ക് നെക്ക് കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് നെക്കിനും സെയിം നമ്മൾ 3 ഇഞ്ച് വിഡ്ത്താണ് കൊടുക്കുന്നത്. ലെങ്തായിട്ട് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. അതായത് ഫ്രണ്ട് നെക്കിനെക്കാട്ടി 1/2 ഇഞ്ച് കൂട്ടിയാണ് എടുത്തു കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ബോക്സ് പോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വി കട്ടൊന്നുമില്ല, അതായത് ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ആ കട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ കട്ടൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ 2 വള്ളി എടുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഈ മോഡലിൽ വള്ളിയുടെ ആവശ്യം വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വള്ളി വേണം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ചെറിയ 2 വള്ളി എടുത്ത് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ അടിച്ച് തിരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു സെപ്പറേറ്റ് സ്ക്വയർ പീസിൽ കഴുത്ത് തിരിച്ചിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ആ തുണിയിലോട്ട് നമ്മുടെ നെക്ക് പോർഷൻ്റെ നല്ല വശം ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് കറക്റ്റായിട്ടിരിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്, വിഴുവെഴുത്ത തുണി ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടിരിക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് മുട്ടുപിന്ന് കുത്തി വെച്ച് കൊടുക്കാമേ. ഓക്കെ, മുട്ടുപിൻ കുത്തിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് അടിച്ച് എടുക്കാം. ഓക്കെ, ഞാനിവിടെ മുട്ടുപിന്ന് കറക്റ്റായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ വള്ളി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഒരുമിച്ചാണ് വള്ളി വരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പുറത്തല്ലാതെ വെച്ചടിക്കുമ്പോൾ കുറച്ച് വൃത്തികേടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അതെവിടെയാണെന്ന് പറഞ്ഞു തരാമേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ വിയുടെ ആ ഒരു പോയിന്റിലാണ് വള്ളി വരുന്നത്. അപ്പോൾ ഞാനിവിടെ വള്ളി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് കേട്ടോ, ഇവിടെയും അവിടെയായിട്ടാണ് നമുക്ക് വള്ളി വരേണ്ടത്. അതിന് ഈ വള്ളി ഞാനിങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട്, അതായത് ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെ ഉള്ളിലോട്ട് ഞാനിങ്ങനെ വള്ളി ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ തുമ്പത്തെ പോർഷൻ ഇങ്ങനെയാണ് വരാനുള്ളത്. തുമ്പത്തെ പോർഷൻ ഇങ്ങനെ ചെറുതായിട്ട് പുറത്ത് കാണുന്ന രീതിയിൽ ഇങ്ങനെയാണ് വരാനുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വെട്ടൊക്കെ ഇട്ട് തിരിച്ചിട്ടെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഈ വി നെക്ക് എവിടെയെങ്കിലും ഒരു വി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അവിടെ ഞാൻ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ വി താഴോട്ടായിട്ട് ഇറക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ ആ പോയിന്റിലും അടിച്ചു കൊടുക്കുന്നത്. വിയുടെ താഴെ ആ പോയിന്റ് വരെ എന്നിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ തുണിയൊന്ന് മാറ്റി ഇങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയറായിട്ട് ഈ ഏരിയ എത്തുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പയ്യെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ വി ഒക്കെ യു പോലെയൊക്കെ ഇരിക്കുമേ. ഓക്കെ, ഇനി നമുക്കത് ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ വള്ളി ഇട്ട് കൊടുക്കാം. ഈ വള്ളി ഇങ്ങനെ ഇടുന്നത് കൊണ്ടാണേ ഇത് ഇത്തിരി സ്ലോ ആയിട്ട് പറയുന്നത്. നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ഇവിടെയും നമ്മൾ അവിടെ ഇട്ടതുപോലെ തന്നെ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിതാ ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇത്രയേ ഉള്ളേ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ടടിച്ച് ക്ലോസ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ തിരിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പീസ് ഞാൻ ഇവിടെ വെട്ടിയെടുക്കുന്നുണ്ട്.
അത് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടി കുട്ടി കട്ടുകൾ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ തിരിച്ചിട്ട് അടിച്ചെടുക്കുമ്പോൾ പതിച്ചെടുക്കാനും പതിച്ചടിക്കാനും എല്ലാത്തിനുമായിട്ട് നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ നടുക്കത്തെ വീയും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ പോയിൻറ്റിലും ആ സ്ക്വയറിൻ്റെ എല്ലാ പോയിൻറ്റിലും ഇതുപോലെ ഓരോ കട്ടിട്ട് കൊടുത്താൽ നമുക്ക് ക്ലിയറായിട്ട് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാൻ 2 പോയിൻറ്റിലും ഓരോ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്ലാതെ കുട്ടി കുട്ടി കട്ടുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ടിട്ട് നമുക്ക് പതിച്ചടിച്ചെടുക്കാം. ഇവിടെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വള്ളി നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്. വള്ളി ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ലൈനിങ് നമ്മൾ നെക്ക് അടിച്ച തുണി എല്ലാ തുണിയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണേ. ഓക്കെ, ഇങ്ങനെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാമേ. അതായത് ലൈനിങ് ഒന്നും പൊങ്ങി വരാത്ത രീതിയിൽ നമുക്ക് ക്ലിയറായിട്ടൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിങ്ങനെയാണ് കേട്ടോ വള്ളി കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വള്ളി കിട്ടുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് പതിച്ചടിച്ചു കൊടുക്കാം. പതിച്ചടിച്ചതിന് ശേഷം നമ്മുടെ ആ സ്ക്വയർ പീസ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ 3 സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈസൂചിയുണ്ട് സെയിം കളർ നൂലിൽ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം എടുത്ത സൂചിയില്ലേ, അതിലാണെങ്കിൽ ഒട്ടും മൂർച്ചയില്ലായിരുന്നേ. പിന്നെ വലിയ എംബ്രോയ്ഡറിയുടെ സൂചിയാണ് എടുത്തത്. ഭാഗ്യത്തിന് ഈ തുണിയിലായതുകൊണ്ട് വലിയ വൃത്തികേടൊന്നും തോന്നിയില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയ പാടാവുമായിരുന്നേ. മമ്മിക്ക് എന്തെന്നില്ലാത്ത സ്നേഹമാണ്. ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് ഇങ്ങനെ ഉറക്കളച്ചിരുന്ന് തയ്ക്കുന്ന കണ്ടിട്ട് പാവം മമ്മി നമുക്ക് ഹോർലിക്സൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്, വെറുതെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി. പാവം മമ്മി. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ്സ് അടിച്ചെടുക്കാം. നമ്മൾ ആ കട്ടിട്ട് കൊടുത്തില്ലേ, ആ പോയിൻ്റിൽ നിന്ന് ഇപ്പുറത്തെ പോയിൻ്റ് വരെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുട്ടി കുട്ടി പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അധികം പഫ് ഇല്ലാത്ത സാധാരണ കുട്ടി ഇതുപോലത്തെ ചെറിയ പഫ് സ്ലീവാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് താഴത്തെ ഇലാസ്റ്റിക് വയ്ക്കാമേ. അതിന് ഞാൻ ഒരു 4 ഇഞ്ച് വീതിയിലും 11 ഇഞ്ച് നീളത്തിലും എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറിയ എലാസ്റ്റിക് ഇല്ലാത്തത് കൊണ്ടേ ഞാൻ പാൻറ്റിൻ്റെ എലാസ്റ്റിക്കിൽ നിന്ന് വെട്ടിയാണ്, 2 സൈഡിൽ നിന്ന് വെട്ടിയാണ് എടുത്തത്. ഓക്കെ, എന്നിട്ട് ആ എലാസ്റ്റിക് കടത്താനായിട്ട് ഇതുപോലെ നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ട് 2 സൈഡിൽ നമ്മളിങ്ങനെ കൂട്ടിയടിച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എലാസ്റ്റിക് ഇങ്ങനെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. 2 സ്ലീവ്സ് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇവിടെ ലൈനിങ് തുണി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഷോൾഡർ അടിച്ച് ക്ലോസ് ചെയ്തൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് സാധാരണ പോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വള്ളിയിൽ നിന്ന് 2 ചെറിയ പീസ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇത് പുറകിലത്തെ ഷോൾഡറിൻ്റെ താഴെ, പുറകിലത്തെ ഷോൾഡർ സ്റ്റിച്ചിന് താഴെ നമ്മളിത് എങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? നമ്മൾ ഫ്രണ്ടിൽ നിന്നൊരു വള്ളി എടുക്കുന്നുണ്ടായിരുന്നല്ലോ, അതിനെ എവിടെ കെട്ടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. പിന്നെ അതിലാണെങ്കിൽ എവിടെ കെട്ടണമെന്ന് അവർ കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് 2 ലൂപ്പ് നമ്മൾ അപ്പുറം ഇപ്പുറം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാമേ. എനിക്ക് ഐഡിയ ഒന്നും വന്നില്ല. അതങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടാൽ അതിൻ്റെ ഭംഗി പോകുമെന്ന് കരുതി ഞാനിങ്ങനെ പുറകിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? നല്ല വശം അതായത് ഷോൾഡറിൻ്റെ തുണിയുടെ നല്ല വശം ഇട്ട് കൊടുത്തിട്ട് സ്ലീവ്സിൻ്റെ നല്ല വശം ചേർത്ത് നമുക്ക് ഈ ഷോൾഡറിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 സ്ലീവ്സ് നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. ഞാൻ ഇവിടെ ഷോൾഡറിൻ്റെ ആ പഫിൻ്റെ ഷോൾഡർ പോർഷൻ നോക്കിയെടുക്കുന്നുണ്ട്. ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ഭാഗം അപ്പുറവും ഇപ്പുറവും ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഈക്വലായിട്ട് വരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇങ്ങനെ ബോഡിയും കൂടെ അടിച്ചെടുക്കാമേ. ബോഡി സ്ലീവ്സിൽ വലുതായിട്ടല്ല ബോഡി അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബോഡി നമുക്ക് വേണ്ട. ഓക്കെ, അല്ലാതെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്ന എവിടെയാണ്? നമ്മൾ ആ 16 ഇഞ്ച് ഇട്ട് കൊടുത്തില്ലേ, അവിടെ വരെ മതി കേട്ടോ ഷേപ്പ്. നമുക്ക് തുമ്പടിച്ചെടുക്കാമേ. ആദ്യം ഞാൻ ഒരടി മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അതിന് ഒന്നുകൂടെ മടക്കി അടിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്
ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ കൊച്ചിൻ്റെ മുഖത്ത് അത്ര മേക്കപ്പ് ഒന്നുമില്ല, കാരണം ഈ കൊച്ചു ഇന്നലെ വയ്യായിരുന്നു കേട്ടോ. എന്നിട്ടും ഇന്ന് രാവിലെ ഈ ഡ്രസ്സ് നീ ഇടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഏറ്റെടുത്ത ആ കൊച്ചിൻ്റെ ധൈര്യത്തിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഗൈസ്, അല്ലാതെ എനിക്കിടാൻ തന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡ്രസ്സ്, ഫൈനൽ ലുക്ക്, അതായത് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അതുപോലെ ഏകദേശം അതുപോലെ തന്നെ ആയി എന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ കൊച്ചു ആയി എന്നൊക്കെ പറഞ്ഞു, പിന്നെ ഇനി ആരും പറയണ്ടല്ലോ, നിങ്ങളും കൂടെ പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പാനൽ കട്ടാണ് ചെയ്തേക്കുന്നത്. വള്ളിയൊക്കെ നമ്മൾ പുറകിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. സ്ലീവ്സ് നമ്മൾ ഏകദേശം പഫാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, താഴെ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട്. അതായതാണ് താഴെ അത്യാവശ്യം ഫ്ലെയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ആയി എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൊച്ചതാ ഇവിടെ ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. ഇവിടെ എൻ്റെ ഫോട്ടോഗ്രാഫിയാണ് ഗീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെടിയുടെ ഇടയിലൊക്കെ വെച്ച് എടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞൂടെ. എപ്പോഴും ഈ കൊച്ചാണ് എനിക്ക് എടുത്ത് തരുന്നത്. ആ കൊച്ച് ഓക്കെയാണതിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ 2-3 ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.